പശ്ചിമബംഗാളിലെ മുർഷിദാബാദിൽ വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധത്തിനിടെ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സിപിഐഎം പശ്ചിമബംഗാൾ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം സന്ദർശിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം മീനാക്ഷി മുഖർജിയും ഒപ്പമുണ്ടായിരുന്നു. അതേസമയം ഇരുവരെയും തടയുന്ന നിലപാടാണ് ബംഗാൾ പോലീസ് സ്വീകരിച്ചത്. കലാപം നിയന്ത്രിക്കുന്നതിൽ മമതാ സർക്കാർ പരാജയപ്പെടുമ്പോൾ വർഗീയ ധ്രുവീകരണം തീവ്രമാക്കിയാണ് ബിജെപിയുടെ നീക്കങ്ങൾ. മുർഷിദാബാദ്, മാൾഡ, സൗത്ത് 24 പർഗനാസ്, വടക്കൻ ദിനാജ്പൂർ, ഹൗറ ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധം അക്രമാസക്തമായത്. കലാപത്തിനിടെ കൊല്ലപ്പെട്ട സിപിഐഎം പാർട്ടി പ്രവർത്തകരായ ഹരഗോവിന്ദദാസിന്റെയും മകൻ ചന്ദൻദാസിന്റെയും വീട് സിപിഐഎം ബംഗാൾ സെക്രട്ടറി മുഹമ്മദ് സലീം, കേന്ദ്ര കമ്മിറ്റി അംഗം മീനാക്ഷി മുഖർജി ഉൾപ്പെടെയുള്ളവർ സന്ദർശിച്ചു. കലാപസമയത്ത് കൊള്ളയടിക്കുന്നത് തടയുന്നതിനിടെയാണ് ഇരുവരെയും കുത്തിക്കൊലപ്പെടുത്തിയത്. സൂദിയിൽ പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ട ഈസാസ് അഹമ്മദിന്റെ കുടുംബത്തെയും മുഹമ്മദ് സലീം സന്ദർശിച്ചു. പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞെങ്കിലും മുഹമ്മദ് സലീമും മീനാക്ഷി മുഖർജിയും കുടുംബാംഗങ്ങളെ സന്ദർശിച്ചാണ് മടങ്ങിയത്. തൃണമൂൽ കോൺഗ്രസും ബിജെപിയും സംസ്ഥാനത്തെ കലാപകലുഷിതമാക്കുമ്പോൾ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് സിപിഐഎം. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.